ശ്രീ റെജിനസ് ഉണ്ണിത്താൻ, UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ല. അതുകൊണ്ട് എങ്ങനെയും ഭരണത്തിലേറണം എന്നുള്ള ഒരു ലക്ഷ്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാം UDF-ലെ കോൺഗ്രസിനെതിരെ പല ഘടകകക്ഷികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒരു പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? UDF-ന്റെ ശുഭപ്രതീക്ഷ എത്രത്തോളമുണ്ട്? നോക്കൂ രോഹിണി, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായക തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറമായി കേരളക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു നിർണായകരമായ തിരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള വിലയിരുത്തലിലേക്ക് കേരള നാട്ടിലെ ജനങ്ങൾ, നല്ലവരായ ജനങ്ങൾ, സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ UDF ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി വളരെ സജ്ജമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ മുന്നിലുള്ളത് എന്താണ്? ഈ നാളെയുള്ള കേരള നാടിനെ പറ്റിയുള്ള ചിന്ത, മലയാളിയെ പറ്റിയുള്ള ചിന്ത. ആ ചിന്തയുടെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 21 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്നത്. EMS നമ്പൂതിരിപ്പാട് തൊട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെയുള്ളത്. ആ ഒരു ഭരണ കാലഘട്ടത്തിലെ ഒരു ഭരണവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തു പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ ഭരണത്തെ ഒന്ന് തുലനം ചെയ്തു നോക്കാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ പൊതുകടം എവിടെ ചെന്നെത്തിയിരിക്കുകയാണ്? കേരളത്തിലെ പൊതുകടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 21 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടും കേരളത്തിലെ പൊതുകടം എന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയുടെ പൊതുകടമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതാണ്ട് 4.3 ലക്ഷം കോടി രൂപ, അതായത് ഇപ്പോ ഒരു 6 ലക്ഷം കോടി രൂപയോട് അടുത്ത് വരുന്ന കടം പൊതുകടമാക്കിയിട്ട് ആ ഇലക്ഷനെ നേരിടുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഓരോ സംവിധാനങ്ങളും നമ്മൾ എടുത്തു വെച്ച് നോക്കുക. ശബരിമലയെ സംബന്ധിച്ച്, ശബരിമല പോലെ ഒരു പുണ്യപൂങ്കാമനമായ എല്ലാ മതക്കാരും, ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യനെന്നും ഒന്നും ഇല്ലാതെ എല്ലാവരും പോയി തൊഴുതു വണങ്ങി പോകുന്ന മതമൈത്രിയുടെ ഒരു നാടായ പത്തനംതിട്ടയിലെ സ്ഥിതി ചെയ്യുന്ന ശബരിമല ക്ഷേത്രം, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഒരു ക്ഷേത്രത്തിൽ നടക്കാത്ത രീതിയിൽ സ്വർണ്ണ കൊള്ള വരെ നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, അയ്യപ്പ സംഗമം നടത്തി കൊള്ള നടത്തിയിരിക്കുന്ന സാഹചര്യം, ഈശ്വര വിശ്വാസികളെ ആചാര ലംഘനത്തിന്റെ പേരിൽ ഈശ്വര വിശ്വാസികളെ എല്ലാം കണ്ണീരിലാക്കിയ ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് മുമ്പ് ബഹുമാനിയായ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞ ആ ഒരു സാഹചര്യമൊന്നുമല്ല. ഇവിടെ ഒരു മൂന്നാം കക്ഷിയോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം എന്താണ്? ഇതിനെയൊക്കെ നേരിടുവാൻ സജ്ജമായിരുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളെയും ഒരു ഭയാശങ്ക കൂടാതെ തന്നെ പ്രതികരിക്കുവാനും ആ പ്രതിപക്ഷമായി തന്നെ ക്രിയാത്മകമായി നിയമസഭയിലും പുറത്തും ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതുമായുള്ള ഒരു പ്രതിപക്ഷ സംഘടനയാണ് UDF-ഉം ഐക്യജനാധിപത്യ മുന്നണിയും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, ഈ ചാനലുകളും പത്രമാധ്യമങ്ങളും കാണുന്ന ആളുകളാണല്ലോ ഈ നാട്ടിൽ ഉണ്ടായിരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ചു. നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു സദസ്സ് നടത്തി. ആ സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ വണ്ടി ഉണ്ടാക്കി. ആ വണ്ടി കാഴ്ച ബംഗ്ലാവിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം പറ്റിക്കുന്ന രീതിയിൽ ഇവിടുത്തെ മതിലുകളൊക്കെ പൊളിച്ച്, സ്കൂളുകളുടെയൊക്കെ മതിലുകളൊക്കെ പൊളിച്ച് നവകേരള സദസ്സ് എന്ന് പറയുന്ന മന്ത്രിമാരെ എല്ലാവരെയും കൂടെ ഇരുത്തി എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് കേരളത്തിലൂടെ ഒരു വണ്ടി പോയല്ലോ. ആ വണ്ടിക്കെതിരെ സമരം ചെയ്തത് ആരാണ്? ആ വണ്ടി തടഞ്ഞത് ആരാണ്? കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകളാണ് വണ്ടിക്കെതിരെ സമരം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് നിന്നതുമൊക്കെ. ഇവിടെ വേറെ ഏത് കക്ഷിയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട്? BJP-യുടെ സമരങ്ങളൊക്കെ നനഞ്ഞ പടക്കങ്ങളായി പോയത് കേരള ജനത കണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാം നനഞ്ഞ പടക്കങ്ങളെയാണ് നമ്മൾ കണ്ടത്. അത് ഇപ്പം ശബരിമല കൊള്ളയെ പോലും പറയുവാൻ ഉള്ള ബുദ്ധിമുട്ടുള്ള BJP നേതാക്കന്മാരെയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് ഇന്ന് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രവർത്തിച്ചില്ല എന്നുള്ള രീതിയിലേക്കുള്ള വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ റജിൻ, അത് നിലനിൽക്കുന്ന ഒരു വിമർശനം തന്നെയാണ്. താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷം എന്തൊക്കെ കാര്യങ്ങളിലാണ് ചർച്ച കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കിയത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെയല്ലേ ഉത്തരം. കാരണം ഡീൽ കൊണ്ടുവന്നു, വിവാദ
വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ മാത്രമാണ് താല്പര്യപ്പെട്ടത്. അതിലുപരി നിങ്ങളുടെ സംഘടനാ തലത്തിൽ തന്നെയുള്ള ഭിന്ന അഭിപ്രായങ്ങൾ, ഇത് പലതും ഇങ്ങനെ ഏകോപിപ്പിച്ച് സമവായത്തിൽ എത്തിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. ക്രിയാത്മകമായ എന്ത് ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിലേറിയാൽ എന്നുള്ള രീതിയിൽ നടന്നത് എന്നുള്ളത്. അത് സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ UDF-നെതിരെ ഉയരുന്നൊരു ചോദ്യം തന്നെയാണ്. രോഹിണി, കണ്ണടച്ചു വെച്ചാലും കാതടച്ചു വെച്ചാലും കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് കേൾക്കുകയില്ല. പക്ഷെ കണ്ണ് തുറന്നു നോക്കുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുന്നവ ആളുകളാണ് കേരള സമൂഹത്തിലുള്ളത്. പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 10 വർഷം ഭരിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഭരണകർത്താക്കളെ, അതായത് പിണറായി വിജയന്റെ ഗവൺമെന്റിനെ വിലയിരുത്തുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനു മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പദ്ധതികളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ല, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ണടച്ചു വെച്ചിട്ട് ചെവി കേൾക്കാത്ത രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചേണ്ട യാതൊരു കാര്യമില്ല. ഇത് അരിയാഹാരം കഴിക്കുന്ന കേരള സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുള്ള ബോധ്യം കേരള സമൂഹത്തിനുണ്ട് രോഹിണി.